ഗുഡ് മോർണിംഗ് ഗേസ്. ഇന്ന് ട്രിപ്പിൾസ് വീഡിയോയിൽ കുറച്ച് കൃഷി കാഴ്ചകൾ കാണിച്ചു തരാം. ആദ്യം കുറച്ച് പൂവൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം. നമ്മുടെ അച്ഛൻ്റെ കൃഷി കാഴ്ചകളാണ്. ആദ്യമായി ഞങ്ങളുടെ റംബുട്ടാൻ. ഈ വർഷമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് നടത്തിയത്. അത്യാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടിയായിരുന്നു. എൻ്റെ 3 മക്കളും ഇതിൻ്റെ നല്ല ആരാധകരാണ്. അടുത്തതായി നമ്മുടെ ജാമ്പ, ഞങ്ങളുടെ നാട്ടിൽ ചാമ്പ എന്നൊക്കെ പറയും. അത്യാവശ്യം നല്ല മധുരമുള്ള ചാമ്പ, നല്ല വലിപ്പമുള്ള ചാമ്പയ്ക്കയാണ്. അതും നല്ല ഇതാണ്. പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഉയരത്തിൽ പോയ നമ്മുടെ റെഡ് ലേഡി പപ്പായ, കപ്പയ്ക്ക അത് ഞങ്ങളുടെ നാട്ടിൽ പറയും. പപ്പായ നമ്മുടെ വീട്ടിൽ ശരിക്കും 2-3 മൂടുണ്ട്. ഇത് വേറെ മൂടാണ്. പിന്നെ ഇതൊരു മുളകാണ്, വെള്ളക്കാന്താരി എന്ന് പറയും. ഇതൊരു നമ്മുടെ ഒരു ആയുർജാക്കിനെത്തിപ്പെട്ട ഒരു പ്ലാവാണ്. കഴിഞ്ഞ വെക്കേഷൻ ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു. ഈ ചെറിയ പ്ലാവിൽ ചെറിയൊരു ചക്ക ഉണ്ടായിരുന്നു. അത്യാവശ്യം 10-15 ചക്കച്ചോളം ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള ചക്കയാണ്. അതുപോലെ അതും ആയുർജാക്കിൽപ്പെട്ട വേറൊരു പ്ലാവാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം അച്ഛൻ്റെ നേന്ത്രവാഴ കൃഷിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏത്തവാഴ എന്ന് പറയും. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ വാഴ പോയിരിക്കുന്നത്. അത്യാവശ്യം 10-20 മൂട് വാഴയോളം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ വയലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ കാക്കകൾ ഭയങ്കര ബഹളമാണ് ഗേസ്. അതുകൊണ്ട് സൗണ്ടിനൊരു നോയ്സൻസ് വരുന്നുണ്ട്. ഇത് വേറെ പപ്പായയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പപ്പായ ശരിക്കും ഉണ്ട് നമ്മുടെ വീട്ടിൽ. പിന്നെ ഇതൊരു വാഴയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഷുഗർ രോഗിയൊക്കെ കഴിക്കാവുന്ന, ഷുഗർ ഫ്രീ എന്ന് പറയുന്ന ഒരു വാഴയാണ്. ഷുഗറുള്ള ആൾക്കാർക്കും കഴിക്കാവുന്ന ഒരു ഇനം വാഴയാണ്. ഇതും ഞാൻ കഴിഞ്ഞ വെക്കേഷന് വന്നപ്പോൾ ഏകദേശം ഒരു 5 മാസം മുന്നേ ഞങ്ങൾ വാങ്ങിയതാണ്. ഇത് അബിയു, ഇപ്പം ട്രെൻഡിങ് ആയിരിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, അബിയു എന്ന് പറയും. പിന്നെ എന്താ കാണിക്കാൻ പറ്റിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടോ എന്ന് അറിയില്ല, ഒരു വെറൈറ്റി ഇനം മുളകാണ്. സാധാരണ ഞാനിപ്പോൾ വന്നപ്പോഴാണ് ഇത് കാണുന്നത്.